ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ്ണു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് നമ്മുടെ ചാനലിൽ വന്നൊരു റിക്വസ്റ്റ് ആണ് ഡിസയർ വേഴ്സസ് ബലേനോ കമ്പാരിസൺ ചെയ്യാൻ. അപ്പോൾ ഇത് ഡിസയറിന്റെ സെക്കൻഡ് വേരിയന്റ് ആയ VXA വേരിയന്റ് ആണ്. ഡിസയറിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും VXA വേരിയന്റ് ആണ്. ഡിസയറിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് VXA വേരിയന്റ് ആണ്. വേഴ്സസ് ബലേനോയുടെ സീറ്റ വേരിയന്റ്, ബലേനോയുടെ തേർഡ് വേരിയന്റ് ആണ് ഇത്. ബലേനോയുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ സീറ്റ വേരിയന്റ് ആണ്. ഈ രണ്ട് വേരിയന്റുകൾ കമ്പാരിസണിൽ എടുക്കാനുള്ള ഒരു റീസൺ, ഡിസയർ VXA വേരിയന്റിന്റെ പ്രൈസിന് ഇപ്പോൾ നിങ്ങൾക്ക് ബലേനോയുടെ ടോപ്പ് എൻഡിന് തൊട്ടു താഴെ നിൽക്കുന്ന സീറ്റ വേരിയന്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് കാറുകളിൽ ഏതാണ് വാല്യൂ ഫോർ മണി, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ രണ്ട് കാറുകളുടെയും ഈ വേരിയന്റുകളിൽ വരുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. 2025 മോഡൽ ഡിസയർ VXA വേഴ്സസ് ബലേനോ സീറ്റ, ഈ രണ്ട് വാഹനങ്ങളുടെയും ഈ വേരിയന്റുകൾ കമ്പാരിസൺ എടുക്കാനുള്ള റീസൺ, ബലേനോയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം ഓഫർ അവൈലബിൾ ആണ്. ഏകദേശം 50,000 രൂപയുടെ ഓഫർ ബലേനോയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിസയർ VXA വേരിയന്റിന്റെ പ്രൈസിന് നമുക്ക് ബലേനോയുടെ ഈ സീറ്റ വേരിയന്റ് എടുക്കാനായിട്ട് പറ്റും. ഈ രണ്ട് വാഹനങ്ങളിലും വരുന്ന ഫീച്ചേഴ്സ് കമ്പാരിസൺ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആയിട്ടും കുറച്ചും കൂടിയും പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കുന്നത് നമ്മളുടെ ബലേനോയിലാണ്. കാരണം ബലേനോ ഇത് ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ്. ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ഈ ഒരു സീറ്റ വേരിയന്റിലും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഡിസയറിലേക്ക് വന്നാൽ ഡിസയറിന്റെ ജസ്റ്റ് സെക്കൻഡ് വേരിയന്റ് ആണ്. ഇതിന്റെ ടോപ്പ് വേരിയന്റ് ആയ ZX ആൻഡ് ZXi പ്ലസ് വേരിയന്റിലാണ് കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ട് വരുന്നത്. പക്ഷേ ഈ VXA വേരിയന്റ് ആണ് ഡിസയറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. കാരണം ഈ VXA വേരിയന്റ് ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി ഈ വാഹനങ്ങളുടെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ലുക്കിൽ ഒറ്റ നോട്ടത്തിൽ വലിപ്പമുള്ളതും ഒരു പ്രീമിയം വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ബലേനോ ആണ്. കാരണം ബലേനോയ്ക്ക് അത്യാവശ്യം വിട്ട് കൂടിയ ഒരു വാഹനമാണ്. 1745 mm ആണ് ബലേനോയുടെ വിത്ത് വരുന്നത്. ആ സമയത്ത് ഡിസയറിനത് 1735 mm മാത്രമാണ് വരുന്നത്. ഇപ്പോൾ ഡിസയറിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ ഡിസൈനാണ്. എവിടെയൊക്കെയോ Audi A4 ഇൻസ്പയർഡ് ഡിസൈൻ എന്നൊക്കെ പറയേണ്ടി വരും. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബലേനോയിൽ നമുക്ക് ഈ സീറ്റ വേരിയന്റ് ആയതുകൊണ്ട് LED പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ 3 ജുവൽ ടൈപ്പിൽ LED DRL വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസ് റേറ്റ് ചെയ്യാം. അതിൻ്റെ ടോപ്പിൽ നമുക്കൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ബലേനോയ്ക്ക് നമ്മൾക്ക് 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ബലേനോയ്ക്ക് വരുന്നത്. ഫ്രണ്ടിൽ ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വലിയ സുസ്കിയുടെ ആ ഒരു ലോഗോ കാണാം. ഡിസയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം ഡിസയറിന് വരുന്നത് പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് ാണ്. പക്ഷേ ഹാലജനാണ് VXA വേരിയന്റിൽ വരുന്നത്. ഹൈ ബീമിൽ ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമ്മൾക്ക് നമ്മളുടെ ഹാലജനായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സും പാർക്ക് ലൈറ്റും കൊടുത്തിരിക്കുന്നത്. DRL ഒന്നും ഈ VXA വേരിയന്റിൽ വരുന്നില്ല. ഫോഗ് ലൈറ്റ് വരുന്നതല്ല, ഫോഗ് ലൈറ്റ് വേരിയന്റിൽ ഇതിൽ ആക്സസ് റേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമാണ് ഡിസയറിന് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡിസയറിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് മാത്രമാണ് ശരിക്കും ഒരു Audi ഇൻസ്പയർഡ് ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് പറയാനായിട്ട് പറ്റും. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ നോക്കുകയാണെങ്കിൽ വീൽ ബേസ് കൂടുതൽ വരുന്നത് നമ്മുടെ ബലേനോയ്ക്ക് തന്നെയാണ്. ബലേനോയ്ക്ക് ഏകദേശം 2550 mm വീൽ ബേസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്റീരിയർ സ്പേസ് ഈ രണ്ട് വാഹനങ്ങളിൽ നോക്കുമ്പോൾ ബലേനോയ്ക്കായിരിക്കും കൂടുതൽ വരിക. ഡിസയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസയറിന് 2450 mm വീൽ ബേസ് മാത്രമാണ് വരുന്നത്. ഏകദേശം 70 mm വീൽ ബേസ് കൂടുതൽ വരുന്നത് നമ്മളുടെ ബലേനോയ്ക്കാണ്. ഇനിയിപ്പോൾ നമ്മളുടെ ഹൈറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1500 mm ആണ് നമ്മുടെ ബലേനോയ്ക്ക് ഹൈറ്റ് വരുന്നത്. ഡിസയറിൽ 1525 mm വരുന്നുണ്ട്. ലെങ്ത് നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങളും അണ്ടർ സബ് 4 മീറ്റർ ആണ്. പക്ഷേ ഡിസയറിന് ബൂട്ട് വരുന്നത് കൊണ്ട് 3995 mm ആണ് ഓവറോൾ ലെങ്ത് വരുന്നത്. ബലേനോയിലേക്ക് വരുമ്പോൾ 3990 ആണ്. 5 mm ലെങ്ത് നമുക്ക് ബലേനോയിൽ കുറവാണ് വരുന്നത്. ഇനി വശങ്ങളിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടയർ സൈസിലേക്ക് വന്നാൽ തന്നെ ബലേനോയിൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 195, 55 or 16 ആണ്. അലോയ് വീൽ വരുന്നുണ്ട്. ഇത് സീറ്റ വേരിയന്റ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. മിറേഴ്സിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റിലാണ് UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസ് വരുന്നത്. നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൂഫ് റെയിൽ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നോർമൽ ആന്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് ഡിസയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസയറിന്റെ VXA വേരിയന്റിൽ 14 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 165, 80 or 14 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇപ്പോൾ ZXi വേരിയന്റിലേക്ക് പോയാലും നമുക്ക് 15 ഇഞ്ച് വീൽസേ വരുന്നുള്ളൂ. ആ സമയത്ത് ബലേനോയിൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. ഇതിന് തൊട്ട് താഴെയുള്ള വേരിയന്റിൽ ഡെൽറ്റ വേരിയന്റിലൊക്കെ എനിക്ക് തോന്നുന്നു 15 ഇഞ്ച് വീൽസ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വശങ്ങളിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് കാണാം.
കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇതിലും പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഇതിപ്പോൾ ചെറിയൊരു കൂളിംഗ് ഗ്ലാസ് ഇതിനകത്ത് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇതിൽ സൺറൂഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് ZX പ്ലസ്സിൽ ഡിസയറിൽ സൺറൂഫ് വരുന്നുണ്ട്, പക്ഷേ ബലെനോയിൽ ഒരു വേരിയൻറ്റിൽ സൺറൂഫ് വരുന്നില്ല. ഇതിൽ ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വശങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വാഹനമായിട്ട് നമുക്ക് ഡിസയർ ഫീൽ ചെയ്യും. ഇനിയും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസയറിൻ്റെ ബാക്കിൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് D4 ഉള്ള ഗ്ലാസ്സുകൾ VXA വേരിയൻറ്റോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ടോപ്പിലായിട്ട് ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ടെയിൽ ഗേറ്റിൽ ഒരു ബ്ലാക്ക് ബാർ ഈ ടെയിലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സെൻട്രലായിട്ടൊരു ക്രോം ഇൻസെറ്റ് കൊടുത്തിരിക്കുന്നു. അതൊരു പ്രീമിയം ടച്ചൊക്കെ തരാനായിട്ട് നമ്മൾ സഹായിക്കും. ഈ താഴെ കാണുന്ന ബൂട്ട് ഡിക്കി ക്രോം ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ട്രൈ ആയ ഷേപ്പിൽ LED ആയിട്ടാണ് ടൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് LED സ്റ്റോപ്പ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തതാണ്, ഈ വേരിയൻറ്റിൽ വരുന്നില്ല. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത്. നമുക്കിവിടെ ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ബലെനോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ബൂട്ട് സ്പേസ് വരുന്നത് ഡിസയറിനാണ്. 383 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബലെനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കാണ് ബലെനോയുടെ ഈ സീറ്റ വേരിയൻറ്റിൻ്റെ ബാക്കിൽ വരുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഡിസയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. ഡിസയറിൻ്റെ ഒരു വേരിയൻറ്റിന് വൈപ്പർ വരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇതിനകത്ത് വൈപ്പർ വരുന്നുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ LED ആയിട്ടാണ് ടൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 3 ജുവൽ ടൈപ്പിൽ നമ്മളുടെ ഡേ ടൈം ലൈറ്റുകൾ കാണാനായിട്ട് പറ്റും. ഈ ടോപ്പിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നു. അതിനകത്ത് നമുക്ക് ഹാലജനായിട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ നമുക്കിവിടെ റിഫ്ലക്റ്റേഴ്സ് കാണാം. 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയൻറ്റിലും വരുന്നുണ്ട്. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ഇവിടെ ടോപ്പ് മൗണ്ടറായിട്ട് കൊടുത്തിരിക്കുന്നു. അത് ഈ വേരിയൻറ്റിൽ വരുന്നതാണ്. ഇവിടെ ഒരു ക്രോം ഫിനിഷിംഗ് കാണാവുന്നതാണ്. അതും ഈ വേരിയൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും ഒരു ബൂട്ട് ലൈറ്റ് കാണാനായിട്ട് പറ്റും. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 320 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. നമുക്ക് സ്പെയർ വീല് നമ്മുടെ ബേസ് ആൻഡ് സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്ന 15 ഇഞ്ച് വീൽസാണ് സ്പെയർ വീലുകളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഡിസയറിൽ ഈ VXA വേരിയൻറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ വരുന്നത്. ഇതൊരു കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്കൊക്കെ കിട്ടാനായിട്ട് നമുക്കൊരു ബ്ലാക്കും ഒരു വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഒരു വുഡ് ഫിനിഷ് പോലെ ഇത് കൊടുത്തിരിക്കുന്നു. അതിന് സെൻട്രലായിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ കണ്ട ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇൻറ്റീരിയറിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. ഇവിടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാനായിട്ട് പറ്റും. 4 ഡോർ പവർ വിൻഡോ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ താഴെ സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. VXA വേരിയൻറ്റിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. AMT വേരിയൻറ്റാണ് നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫ്യൂൽ ലൈറ്റ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കാണാം. നമ്മുടെ ഫോഗ് ലൈറ്റ് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കാണാം. ഇപ്പോഴും ഈ വാഹനത്തിൻ്റെ കീ നമ്മുടെ പഴയ ഒരു കീ തന്നെയാണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ 2 കീ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റ് ഇതിൽ കണ്ട സെയിം ഇൻറ്റീരിയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. ആകെ വരുന്ന കളർ ടോണിലുള്ള ഒരു ഡിഫറൻസ് മാത്രമാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ലെതർ അബ്ഡൊന്നുമല്ല, നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കും താഴെ ഫോണിൻ്റെ കൺട്രോൾസും വരുന്നു. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. മോട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയേണ്ടി വരും. സ്പീഡോമീറ്റർ RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിട്ടുണ്ട്. നടുക്ക് ചെറിയൊരു TFT ഡിസ്പ്ലേ. അത് കളേർഡ് ഒന്നുമല്ല, നോർമൽ TFT ഡിസ്പ്ലേ ആണ്. അതിനകത്ത് ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, നമ്മുടെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ പോലെയുള്ള ഫീച്ചേഴ്സാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇപ്പോഴും നമ്മളുടെ അതിൽ തന്നെയുള്ള ടോഗിൾ ബട്ടൺസ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയിൽ ഒരു എല്ലാ വാഹനങ്ങളിലും കാണുന്ന 7 ഇഞ്ചിൻ്റെ
ആ ഒരു സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വേണ്ട മ്യൂസിക് വെഹിക്കിൾ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ ഒക്കെ കണക്ട് ചെയ്തുമ്പോൾ അത്യാവശ്യം നല്ലൊരു സിസ്റ്റമായിട്ട് ഇത് മാറുന്നുണ്ട്. അതിനകത്ത് ഒരു റിവേഴ്സ് ക്യാമറ ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ഗൈഡ് ലൈൻസോടുകൂടിയ ക്യാമറയാണ്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു സെൻട്രൽ സ്ക്രീനിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നാൽ AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ AC കൺട്രോൾസ് കാണാം. ഇതിൽ മാനുവൽ AC ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ലുക്കിലുള്ള AC ആണ്. പക്ഷേ ഓട്ടോ AC അല്ല, മാനുവൽ AC ആണ്. അതിന് താഴെ നമുക്ക് ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമ്മുടെ AMT ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്ക് 2 കപ്പ് നമ്മുടെ ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. USB ആൻഡ് USB Type-C ചാർജിങ് പോർട്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ചാർജിങ് പോർട്ടുകൾ ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് ആംബ്രസ്റ്റ് ഒക്കെ പിടിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാം. ഇപ്പോൾ ഒരു വേരിയന്റിലും ആംബ്രസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്റർ IRVMs നമുക്ക് മാനുവൽ ഡിമ്മുള്ള IRVMs കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസായിട്ട് ഒരു ഗ്ലോ ബോക്സിനെ പറയാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്ന ഒരു വേരിയന്റ് ആണ് ശരിക്കും നമ്മളുടെ ഈ ഒരു VX. നമുക്ക് ബലേനോയുടെ ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തു. ബലേനോയുടെ ഇന്റീരിയറിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ക്രോം ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. കീലെസ് എൻട്രിയുടെ ഫീച്ചർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ടോപ്പിലൊരു ബ്ലാക്ക് ഫിനിഷും സെൻറ്ററിൽ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. അതിൻ്റെ താഴെ ഒരു ബ്ലൂ ഫിനിഷോട് കൂടിയിട്ടാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഡോർ പാഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് വരുന്നു. ഇവിടെ ഒരു ലെതർ ഫിനിഷ് എന്നുള്ള രീതിയിലാണ് ആ സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാവുന്നതാണ്. ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു നമ്മുടെ കൈ വയ്ക്കുന്ന ഈ ഒരു ഭാഗമെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് പവർ വിൻഡോ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ് വരുന്നത്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഡിസൈറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. കുറച്ചുകൂടി വലിപ്പമുള്ള സീറ്റുകളായിട്ട് തോന്നും. ഇതും AMT വേരിയൻ്റ് ആയതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. താഴെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പുഷ് ബട്ടൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസിന് ചുറ്റും എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ആണ് ഒരു സിൽവർ ഫിനിഷ് കാണാവുന്നതാണ്. ഇതിൻ്റെ കീയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കീ ആണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ഇന്റീരിയർ ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. വളരെ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനായിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ടച്ച് ആൻഡ് ഫീൽ ആണെങ്കിലും ഈ ഡോർ പാഡുകളാണെങ്കിലും നമുക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം വാഹനമായിട്ട് ബലേനോ ഫീൽ ചെയ്യും. ശരിക്കും ബലേനോ വരുന്ന ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റിലാണ്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെതർ റാപ്ഡ് വരുന്നില്ല. നോർമൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോണിൻ്റെ കൺട്രോൾസും കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റ് നമുക്ക് LED ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈറിൽ കണ്ട രീതിയിൽ തന്നെ ഹാഫ് അനലോഗ് ആൻഡ് ഹാഫ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. RPM മീറ്ററും സ്പീഡോമീറ്ററും അനലോഗായിട്ട് കൊടുത്തിട്ടുണ്ട്. നടുക്ക് ഒരു TFT കളർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ചും കൂടിയും ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty, നമ്മളുടെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അങ്ങനെ ആ വാഹനത്തിൽ കണ്ട ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആണെന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഡിസൈറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമ്മുടെ ബലേനോയിൽ വരുന്ന ഒരു ക്ലസ്റ്റർ തന്നെയാണ്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈറിൽ കണ്ട സെയിം സ്ക്രീൻ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. 7 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ആ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം. അതിനകത്ത് കണ്ട ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും നമ്മൾക്ക് ഈ ബലേനോയിലെ സിസ്റ്റത്തിലും അവൈലബിൾ ആണ്. അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസും കാര്യങ്ങളും തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ ഒരു സെയിം ക്യാമറ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സ് ഈ ഒരു സ്ക്രീനിൽ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ഇതിനകത്ത് ഈ ഒരു സീറ്റ വേരിയന്റിൽ
ഇൻബിൽറ്റ് ക്യാമറയോട് കൂടിയ സിസ്റ്റമാണ് മാരുതി കൊടുത്തിരിക്കുന്നത്. 4 സ്പീക്കറും 2 ടൂട്രോടും കൂടിയ മ്യൂസിക് സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് മ്യൂസിക് കാര്യങ്ങൾ കേൾക്കാനായിട്ട് പറ്റും. താഴെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. AC വെൻസിന് ചുറ്റും എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. അതിനകത്ത് ആ നീഡിൽസ് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. ബലേനോയുടെ ബേസ് വേരിയന്റ് തൊട്ടേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ നമുക്കിവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. AMT ഗിയർ ലിവർ കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീ, ഹാൻഡ് ബ്രേക്ക്, സെൻറ്റർ ആംറസ്റ്റ് നമുക്ക് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. നമുക്ക് അത് നമ്മളുടെ സ്വിഫ്റ്റിൽ, ഡിസയറിൽ വരുന്നില്ല. ഡിസയറിൽ ഒരു വേരിയന്റിലും പിടിപ്പിക്കാനും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആഫ്റ്റർ മാർക്കറ്റ് എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഇൻബിൽറ്റിനായിട്ടുള്ള വരുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ് ബെൽറ്റുകൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. ഡിസയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം സീറ്റുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ടോപ്പിലായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റ് ഇതും ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വരുന്നത്. ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും, ഒരു ടോപ്പ് എൻഡിൽ വരുന്ന വാഹനത്തിൽ വേണ്ട ഒരു എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് ഇതിനകത്ത് നമ്മുടെ 360 ക്യാമറയുള്ള വലിയ സ്ക്രീൻ വരുന്നില്ല. പിന്നെ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് ഈ വേരിയന്റിൽ വരുന്നത്. നമ്മൾ ഡിസൈറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ഇന്റീരിയർ വരുന്നത് നമ്മളുടെ ബലെനോയിൽ തന്നെയാണ്. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകൾ തന്നെയാണ് ഇപ്പോൾ ഈ വാഹനം കിടക്കുന്നത്. നമുക്ക് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റാത്തത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് ലെതർ ഫിനിഷോടുള്ള സോഫ്റ്റ് ടച്ച് ഡോർ പാഡ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കുറച്ചുകൂടി പ്രീമിയം ടച്ച് എന്നുള്ള രീതിയിലാണ് ഡോർ പാഡ്സ് വരുന്നത്. നമുക്ക് ഡോർ ഹാൻഡിൽസ് കാണാം. ബാക്കിൽ നമുക്ക് സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാവുന്നതാണ്. ബാക്കിൽ നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് ഈ ബലെനോയിൽ വരുന്നില്ല ഈ വേരിയന്റിൽ. 3 പേർക്കുള്ള 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് 2 ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിൽ ഒന്ന് ടൈപ്പ് സിയും ഒന്ന് USB ചാർജിങ് പോർട്ടുകളുമാണ്. ഇപ്പോൾ നമ്മൾ ബാക്കിലേക്ക് കയറി ഇരിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡിസയറിനേക്കാളും കുറച്ചും കൂടിയും ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളുടെ ബലെനോയിലാണ്. കാരണം ബലെനോയുടെ വീൽ ബേസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 5-6 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം ബാലൻസ് കാണാം. ഡിസയറിനേക്കാളും ഹെഡ് റൂം കൂടുതൽ വരുന്നത് ബാക്ക് സീറ്റിൽ ബലെനോയ്ക്കാണ്. കുറച്ചുകൂടി വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് വിട്ടുള്ള വാഹനമായതുകൊണ്ട് 3 പേർക്ക് കംഫർട്ടായിട്ട് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നത് ബലെനോയിലാണ്. അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും ബാക്ക് സീറ്റിലെ കംഫർട്ടായിട്ടുള്ള ഒരു യാത്ര എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടുക ബലെനോയിൽ തന്നെയാണ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡിലേക്ക് വന്നത് ഡുവൽ ടോൺ കളറിലാണ് വരുന്നത്. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ, ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗില്ല് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ചാർജിംഗ് പോർട്ടുകൾ ഇവിടെ സെൻട്രൽ മൗണ്ടഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ 2 കപ്പ് ഹോൾഡറോട് കൂടിയ ഒരു സെൻറ്റർ ആംറെസ്റ്റും വരുന്നുണ്ട്. ഇതിനകത്തൊരു സീറ്റ് കവർ ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂമാണ് ബാലൻസ് കാണുള്ളൂ. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്ക് 3 പേർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. 2 പേർക്ക് പ്ലസ് ഒരു കിഡ് ആയിരിക്കും ലോങ് ടൈമിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റുക. നല്ല കംഫോർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ബാക്ക് സീറ്റുകളാണ്. ഡിസയറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. മറ്റ് മാരുതി ഈ സെഗ്മെന്റിലെ കാറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസയറിൽ കുറച്ചും കൂടി കംഫോർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഈ 2 വാഹനങ്ങളുടെയും സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസയറിന്റെ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ABS, CVT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് എല്ലാ വേരിയന്റുകളിലും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബലെനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സീറ്റ വേരിയന്റിലും ടോപ്പ് ആൻഡ് ആൽഫ വേരിയന്റിലും 6 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ABS, CVT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും വരുന്നുണ്ട്. ബേസ് വേരിയന്റ് സിഗ്മ ഡെൽറ്റ വേരിയന്റിൽ 2 എയർ ബാഗാണ് വരുന്നുള്ളൂ. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് 2025 വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വേരിയന്റുകളിലും നമുക്ക് 6 എയർ ബാഗ് എക്സ്പെക്ട് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ അവിടെയാണ് ബലെനോ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നത്. കാര്യം ബലെനോയിൽ വരുന്നത് നമ്മുടെ ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിനാണ്. ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ ഏറ്റവും പവർഫുൾ എഞ്ചിൻ എന്ന് പറയേണ്ടി വരും. കാര്യം എൻലൈനിലേക്കാണ്, പിന്നെ i20 എൻലൈനിലേക്കാണ് വലിയൊരു എഞ്ചിൻ വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ, അതല്ലാണ്ട് നോക്കുമ്പോൾ
ഈ ബലേനോയുടെ എഞ്ചിനാണ് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ, അത്യാവശ്യം നല്ല മൈലേജ് തരുന്ന ഒരു എഞ്ചിനാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് IMT. എഞ്ചിന്റെ പവർ വരുന്നത് 88.5 BHP പവർ തരുന്ന ഒരു എഞ്ചിനാണ്. 23 km/ലിറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 18-നും 20-നും ഇടയ്ക്ക് നമ്മൾക്ക് മൈലേജ് ലഭിക്കും. ആ സമയത്ത് ഡിസയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസയറിൽ മാരുതിയുടെ പുതിയ 3 സിലിണ്ടർ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അത് 80 HP ആണ് പവർ വരുന്നുള്ളൂ. വിത്ത് 5700 RPM വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ AMT, 5 സ്പീഡ് AMT. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 25.7 ആണ്. പക്ഷേ റിയൽ ലൈഫിൽ അതിനും 20-ഉം 21-ഒക്കെ തന്നെ മാക്സിമം ലഭിക്കുകയുള്ളൂ. കാര്യം 3 സിലിണ്ടർ ആയതുകൊണ്ട് ബലേനോട് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് റിയൽ ലൈഫിൽ കിട്ടുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇപ്പോൾ CNG ഒക്കെ ആണെങ്കിലായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടി മൈലേജ് ലഭിക്കുക. അതുപോലെ ബലേനോയിലും CNG അവൈലബിൾ ആണ്. 2 വാഹനങ്ങളിലും CNG വരുന്നുണ്ട്. CNG താല്പര്യമുള്ളവർക്ക്, കൂടുതൽ മൈലേജ് ആവശ്യമുള്ളവർക്ക് 2 വാഹനങ്ങളിലും CNGയിലേക്ക് പോകാം. അപ്പോൾ എഞ്ചിൻ ആ ഒരു സെഷൻ നോക്കുമ്പോൾ ബലേനോ ആണ് 100% സ്കോർ ചെയ്യുന്നത്. ബലേനോ ഓടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസൈർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡിസൈർ എടുക്കില്ല, നിങ്ങൾ 100% ബലേനോയെ എടുക്കത്തുള്ളൂ. അതാണ് ബലേനോ. ഇനി പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസിലും അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഡിസയർ ബേസ് വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ലക്ഷം രൂപയിലാണ്. ബലേനോയുടെ ബേസ് വേരിയന്റ് പ്രൈസും ഓൾമോസ്റ്റ് ആ ഒരു പ്രൈസ്. അതിൽ 7.75 ലാക്സിലങ്ങാണ്ട് ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ബേസ് വേരിയന്റിലും ഫീച്ചേഴ്സ് കൂടുതൽ വരുന്നത് നമ്മളുടെ ബലേനോയിലാണ്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന വേരിയന്റുകൾ ഡിസയറിന്റെ VXi വേരിയന്റ്. ഇപ്പോൾ നമ്മൾ VXi മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,15,000 രൂപയാണ്. ഡിസയറിന് പ്രത്യേകിച്ച് യാതൊരു ഓഫറും വരുന്നില്ല. ഓട്ടോമാറ്റിക് വേരിയന്റിന് വരുന്നത് 9,72,000 രൂപയാണ്. ആ സമയത്ത് നമ്മൾ ബലേനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലേനോയിലേക്ക് ഏകദേശം 50,000 രൂപ, 47,000 രൂപയുടെ അടുത്ത് ഓഫർ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കിന് അവൈലബിൾ ആണ്. ഡെൽറ്റ വേരിയന്റ് ശരിക്കും അതിന്റെ സെയിം VXi ആയിട്ട് ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത് സെക്കൻഡ് വേരിയന്റ് ആയ ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ വേരിയന്റ് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,40,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 8,90,000 രൂപയാണ്. അതായത് നമ്മളുടെ ഡിസൈറിയോട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 80,000 രൂപ കുറവാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീറ്റ വേരിയന്റ് ആണ്. സീറ്റ വേരിയന്റിന് മാനുവലിന് 9,40,000 രൂപയും ഓട്ടോമാറ്റിക്കിന് എല്ലാ ഓഫറും കഴിഞ്ഞ് 9,95,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇതിനകത്ത് ഏത് വാഹനം ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ 100% നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ബലേനോ ആണ്. കാരണം ബലേനോയിൽ നിങ്ങൾക്ക് മച്ച് പ്രീമിയം ഇന്റീരിയർ ലഭിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ ലഭിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ മാരുതി കൊടുത്തിട്ടുണ്ട്. ഡിസൈറിന്റെ ആകെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയെന്നുള്ളത് മാത്രമാണ്. പിന്നെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് കൂടുതലാണെന്നുള്ളതാണ്. പക്ഷേ റിയൽ ലൈഫിൽ 2 വാഹനങ്ങളുടെയും മൈലേജ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ മാരുതിയുടെ വാഹനങ്ങൾക്ക് 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് ഏകദേശം ഒരു 1,500 രൂപ എടുത്താണ് അടവ് വരുള്ളൂ. ഇപ്പോൾ ഈ 2 വാഹനങ്ങൾ ഏതാണെങ്കിലും 1 ലക്ഷം രൂപ താഴെ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് കൊടുക്കാം. ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.